ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിഫോർ ദാറ്റ് എന്നയുടെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിലാണ് കേട്ടോ ഇനി മുതൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഈ പീരിയഡ്സ്, മെൻസസ് അല്ലെങ്കിൽ സാധാരണക്കാർ പറയും മാസക്കുളി എന്ന്. ഈ പറയുന്ന സംഭവം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ, പറയും ഈ മാത്രമാണോ, എനിക്ക് മാത്രമാണോ ഇപ്പോൾ ഈ സംഭവം ഉള്ളത്, ഇത് മാസം മാസം വരുന്നതല്ലേ, ഇതിലിപ്പോൾ എന്താ അത്ര കാണാൻ, അല്ല ഇച്ചിരി എൻ്റെ രണ്ട് പ്രസവം കഴിഞ്ഞില്ല, എപ്പോഴും എനിക്ക് ആ വേദന ഉണ്ട് മാറിയില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ടാവില്ലേ. അതന്നെ നമുക്കൊരു കുറച്ച് ഫാമിലി ആയിട്ട് കഴിയുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഈ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിലോ പറയും വേണ്ട, അവരിങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മരിക്കും. ആ ഒരു മാനസികാവസ്ഥ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പുരുഷന് മനസ്സിലാവണം എന്നില്ല. ഒരു പക്ഷെ ഒരു മാസം അത് അറിഞ്ഞു കൂടെ നിന്നാലും അടുത്ത മാസം ചിലപ്പോൾ അറിഞ്ഞു കൂടെ നിൽക്കണം എന്നില്ല. അത് ഒരിക്കലും ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് അല്ല, ചിലപ്പോൾ അവർക്ക് ആ ടൈമിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അപ്പം ഇനിയിപ്പം വയറുവേദനയോ ഊരവേദനയോ ഒന്നും ഇല്ലാത്തവരുണ്ടാകും, പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരുണ്ടാകും. അൽഹംദുലില്ലാ, അവർ ഭാഗ്യം ചെയ്തവരാട്ടോ. അതൊക്കെ വളരെ റെയർ ആളുകളായിരിക്കും. എന്നാലും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വയറുവേദനയോ നാവുവേദനയോ അല്ലെങ്കിൽ ഊരവേദനയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എനിക്കതായി കഴിഞ്ഞ ഒരു 2-3 ദിവസം എനിക്കൊരു ദേഷ്യമാണ്, പീരീഡ്സ് ആയാൽ ഒന്നിനും തോന്നൂല, ഭക്ഷണം കഴിക്കാൻ വരെ ഒരു മടിയാണ്, ബാത്റൂമിൽ തന്നെയാണ് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളാണ്. ഇനി എത്ര കംഫർട്ടബിൾ പാഡൊക്കെ ഈ പരസ്യത്തിൽ കാണുന്നൊക്കെ വെച്ചിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ മറ്റേ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ടും കാര്യമില്ല, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും ചിലർക്ക് ആ ഫസ്റ്റത്തെ ഒരു ദിവസം ഒരു തരം ഭ്രാന്തായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് പീരീഡ്സ് ആവുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, പൊതുവേ ഒരു കണിശക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇതെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവർ പറയും എപ്പോഴും ഇങ്ങനെ തന്നെയല്ല, പിന്നെ മെൻസസ് ആകുമ്പോൾ പറയണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ പരസ്യങ്ങളിൽ കാണുന്നത് പോലെയാണോ നമ്മുടെ മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ്, അതും അല്ലെങ്കിൽ മാസക്കുളി? ഇതിപ്പം ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേര്, ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, അവർക്ക് പടച്ചവനെ അനുഗ്രഹിച്ചൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ, ഒന്നും ഇല്ലാത്തവർക്ക്. പക്ഷേ ചിലർക്ക് പീരീഡ്സ്, പ്രഗ്നൻസി, പ്രസവം കഴിയുന്നവരെ ഒരു ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഇത് ആവുകയെന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ടൈമിൽ അവരൊന്നും പ്ലാൻ പോലും ചെയ്യില്ല. എനിക്ക് പീരീഡ്സ് ഡേറ്റ് ആണ്, ആ ടൈമിൽ നമുക്ക് യാത്ര പറ്റില്ല കേട്ടോ, എനിക്ക് പീരീഡ്സ് ടൈമാണ്, ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് പോകില്ല കേട്ടോ, അപ്പോൾ എനിക്ക് പീരീഡ്സ് ആയിക്കണം, ഞാൻ കല്യാണത്തിൽ. ഇങ്ങനെ ഒരു പീരീഡ്സ് ആവുമ്പോൾ നമുക്കൊരു നല്ല ഡ്രസ്സ് ഇടാൻ പോലും നമുക്ക് മടിയാണ്. അപ്പോൾ ഞാനിത് പറയുമ്പം 2 ടൈപ്പ് ആളുകളോട് പറയും. പ്രായമുള്ളവർ പറയും എന്താണ്, ഞങ്ങളെ കാലത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. അവർ പറയുന്നത് ശരിയാണ്. അവർക്ക് ഇപ്പോൾ ഈ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പെർട്ടിക്കുലർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഈ മൂഡ് സ്വിങ്സ്, എനിക്കിപ്പോൾ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദേഷ്യം ഞാൻ കാണിക്കുന്നത് എനിക്ക് അർഹത ഉള്ളവരുടെ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെയാണ് പണ്ടുള്ള ആളുകൾക്ക് അത് കാണിക്കാൻ ഭർത്താക്കന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആയാൽ തന്നെ ആരെയും അറിയിക്കാതെ ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പീരീഡ്സ് മറച്ചു വെക്കേണ്ട ഒരു വികാരമാണോ, അല്ലെങ്കിൽ ഒരു പീരീഡ്സ് എന്ന് പറയുന്നത് മറച്ചു വെക്കേണ്ട ഒരു പ്രശ്നമാണോ? അല്ലല്ലോ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതൊരു നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. ഒരു പെണ്ണ് ഒരു അമ്മയാവാൻ അല്ലെങ്കിൽ ഒരു ഉമ്മയാവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അവൾക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിമ്പലല്ലേ മെൻസസ് എന്ന് പറയുന്നത്. എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ മെൻസസ് ആവുമ്പോഴുള്ള ഒരു വീട്ടിൽ ഒരു പെങ്ങളാവാം, ഉമ്മയാവാം, അല്ലെങ്കിൽ മകളാവാം, അല്ലെങ്കിൽ ഭാര്യയാവാം, ഇവർക്ക് ആർക്കാണെങ്കിലും അവർ ഒരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും അവർക്കൊരു സ്വഭാവ മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ ഒരു ദേഷ്യം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, മെൻസസ് ആയോ, നിൻ്റെ ഡേറ്റ് ആണോ എന്നുള്ളത്. ചിലപ്പോൾ ഡേറ്റ് ആവാൻ 2 ദിവസം ഉണ്ടാകും, ആ ടൈമിലും അവൾക്ക് മൂഡ് സ്വിങ്സ് വന്നേക്കാം. നമ്മളുടെ ശരീരത്തു നിന്ന് ഒരു മുറിവ് കട്ട് ചെയ്തിട്ട് ബ്ലഡ് അങ്ങനെ പോകുമ്പം, അല്ലെങ്കിൽ നമുക്ക് ഒരു ശരീരത്തു നിന്ന് അങ്ങനെ ബ്ലഡ് ഇങ്ങനെ വാർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഫസ്റ്റത്തെ 2 ഡേ പലർക്കും പല കണക്കുമാണ്. ഫസ്റ്റ് 2-3 ഡേയ്സ് ആയിരിക്കും നല്ലപോലെ ബ്ലീഡിങ് ആവുന്ന ദിവസം. അപ്പോൾ ശരീരത്തിന് സങ്കടങ്ങൾ, മനസ്സിന് സങ്കടങ്ങൾ വരാം, എന്തെന്നില്ലാത്ത സങ്കടം വരാം, ക്രേവിങ്സ് വരാം. ഒരു വയറ്റിലുള്ള പെണ്ണിന് എന്താ വേണ്ടത് എല്ലാം കൊണ്ടു കൊടുക്കുന്നു എല്ലാവരും. അതുപോലെ തന്നെയാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്ന പ്രതിഭാസം. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണത്, എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ പല ക്രേവിങ്സ് വരാറുണ്ട്. എന്തെങ്കിലും കഴിക്കാനൊക്കെ എനിക്ക് തോന്നും. അത് ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പരസ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല മനസ്സിൽ. ഞാനിവിടെ ഒരുപാട് ഇൻഡെപ്തായിട്ട് സയൻസോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കുകയല്ല. ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ പീരീഡ്സ് ഉള്ള ആരെങ്കിലും കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. കാരണം ഞാനത് കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ വയറുവേദനയും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലീഡിങ് ആവുന്ന സമയത്ത്. അതുപോലെ അനുഭവിക്കുന്നവരുണ്ടാകും. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഞാനിതിലൂടെ പറയാൻ വരുന്ന ഒരേ ഒരു കാര്യമാണ്, കൂടെയുള്ളവർ ഇതറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുക. കാരണം അത് അനുഭവിക്കുന്നവർക്ക് ആ ഒരു വേദന അറിയൂ, ആ ഒരു ബുദ്ധിമുട്ട് അറിയൂ. ഇനി അതൊന്നും വേണ്ട, വേദന ഉള്ളവർ അത് കാണുമ്പം എന്തിനാണ് മാസം മാസം ഇങ്ങനൊരു വേദന, എങ്ങനെയാണത് എന്ന് ചില ആണുങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കാറുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് കൂടെ നിന്ന് കൊടുക്കും. 1-2 ദിവസമല്ല, ഒന്ന് താങ്ങായിട്ട് നിന്നിട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ അവർക്കൊരു താങ്ങ് കിട്ടുമ്പം, അല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞൊന്ന് ഇങ്ങനെ ഒന്ന് തലോടി കൊടുത്തു നോക്കിയേ, അതന്നെ അവർക്കൊരു ഭയങ്കര സ്വർഗം കിട്ടുന്നൊരു ഫീലിംഗ് ആണ്. ചില സ്ത്രീകൾ ആ ടൈമിൽ ദേഷ്യപ്പെടും കേട്ടോ. അത് നിങ്ങളൊരു വിഷയമാക്കി എടുക്കുകയേ വേണ്ട. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അത്രയും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രഗ്നൻ്റ് ടൈമിൽ മാത്രമല്ല ഒരു സ്ത്രീക്ക് കെയർ വേണ്ടത്, പീരീഡ്സ് ആവുന്ന ടൈമിലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്ത്രീകളുടെ ഇതുപോലെ പ്രശ്നങ്ങൾ ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമേ ഇപ്പോൾ സംസാരിച്ചെന്നേ ഉള്ളൂ. കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ടൈമിൽ കൂടെ നിൽക്കൂടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.